ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൊച്ചു പച്ചക്കറിത്തോട്ടത്തിലേക്ക് ഞാൻ ഇന്നൊരു പുതിയൊരു അതിഥിയെ കൂടി കൊണ്ടുവരികയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ്. ഇവിടെ നല്ല കാറ്റുണ്ട്. പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല. ഉള്ളിടത്ത് ഞാൻ കുറച്ച് പച്ചക്കറി വെച്ചിട്ടുണ്ട്. കൂടെ കവുങ്ങും വാഴയും വെച്ചിട്ടുണ്ട്. അപ്പോൾ കവുങ്ങും വാഴയും വെച്ചതിൻ്റെ ഇടയിലാണ് പുതിയ തൈകൾ വെക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ നിറയെ കാടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വെട്ടിത്തെളിച്ചിട്ടാണ് നമ്മൾ കവുങ്ങും വാഴയും പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ നിറയെ പുല്ലും വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പുല്ല് ചെത്താണ്. ഞാനത് കോരിയിട്ട് പുറകിൽ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ പുല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കിളയ്ക്കാത്ത ഇടത്തുള്ള പുല്ലുകളാണ്. അപ്പോൾ കുറേ കാലം മുമ്പുണ്ടായ പുല്ലുകളാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെത്തിക്കോരി എടുത്താലേ നമുക്കിനി അവിടെ കിളച്ച് മാറ്റാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പുല്ലൊക്കെ നല്ലോണം ചെത്തിക്കോരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടൻ കൈക്കോട്ടെടുത്ത് കിളയ്ക്കാൻ നോക്കിയപ്പോൾ അവിടെ കിളയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിക്കാസ് എടുത്തിട്ടാണ് അവിടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. കിളയ്ക്കുമ്പോൾ നിറയെ കല്ലാണ് കേട്ടോ. അപ്പോൾ ഒപ്പം അത് കല്ല് എടുത്ത് കളയുന്നുണ്ട്. നല്ല ബലമായതുകൊണ്ട് അവിടെ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നമ്മൾ പിക്കാസ് കൊണ്ടായാലും കിളച്ച് കൊടുക്കാൻ. അപ്പോൾ കിളയ്ക്കുമ്പോൾ വലിയ വലിയ കല്ലുകളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ പുഴക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി കിളയ്ക്കാൻ പറ്റുന്നില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇടാമെന്നൊക്കെ ഏട്ടൻ പറയുന്നുണ്ട്. നമ്മൾ വെള്ളം എടുക്കുന്നത് പാടത്തിനടുത്തുള്ള ഒരു ചെറിയ കുഴിയിൽ നിന്നാണ്. ഈ കുഴി പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഴിച്ചിട്ടുള്ളതാണ്. പാടത്തിനോട് ചേർന്നുള്ള ഒരു കുഴി ആയതുകൊണ്ട് പാടത്ത് വെള്ളമുള്ള സമയത്തെല്ലാം ഇതിൽ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നാണ് വെള്ളം എടുത്തൊഴിക്കുന്നത്. 4-5 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇതിൽ കിളയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും കിളച്ചെടുത്തിട്ടുണ്ട് മണ്ണൊക്കെ. അപ്പോൾ ചെറിയൊരു വരമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏട്ടൻ. അപ്പോൾ തൈകൾ വെക്കുന്നതിന് ഇങ്ങനെ ചെറിയ വരമ്പ് എടുത്തിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ കല്ലും കട്ടയൊക്കെ നന്നായിട്ട് ഈ ഭാഗത്തുനിന്ന് നീക്കം ചെയ്തിട്ടുള്ള മണ്ണാണിത്. അപ്പോൾ മണ്ണിന് നല്ലവണ്ണം ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ചാരവും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് മണ്ണിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാസവളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. ചാണകവും ചാരവും ചേർത്തിട്ടാണ് ഇടാറുള്ളത്. അങ്ങനെ ഒരു വരമ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൽ തൈകൾ നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ തൈകൾ നടുമ്പോൾ ഏട്ടൻ അപ്പുറത്തൊരു വരമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ചെടികൾ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു കൈക്കോട്ട് എടുത്തിട്ട് ചെറിയ കുഴികൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല കേട്ടോ. ചാണകപ്പൊടി ഇടണോ? അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ കുഴികളിൽ ഏട്ടൻ ഓരോ പിടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മണ്ണിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മണ്ണ് പെട്ടെന്ന് ഉലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കട്ട പിടിച്ചിട്ടുള്ള മണ്ണാണല്ലോ. അപ്പോൾ ഇനി നമുക്കതിൽ ചെടികൾ പറിച്ച് നടാം. അപ്പോൾ തൈകൾ കേടുവരാതെ വേണം പുഴക്കിയെടുത്തിട്ട് വെക്കാൻ. വേരുകളൊന്നും പൊട്ടിപ്പോകാതെ വേണം തൈകൾ പറിച്ചെടുത്തിട്ട് കുഴിയിൽ വെക്കാൻ. പിന്നെ വേരുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ തൈകൾ ഉണങ്ങിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ അവ പിടിച്ച് വരാൻ കാലതാമസമൊക്കെ എടുക്കും. അപ്പം നല്ല വളർച്ചയ്ക്കും അവയുടെ വേരുകൾ പൊട്ടാൻ പാടില്ല. അപ്പോൾ കുഴികളിൽ തൈകളൊക്കെ വെച്ചിട്ട് 2 സൈഡിൽ നിന്നും മണ്ണിട്ടിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. അത് ഇപ്പുറത്തേക്ക് വെക്കരുത്. അതിലാണ് ഞാൻ നമ്മൾ മേടിച്ചതിൽ ഏറ്റവും വലിയ കാബേജ് തൈ ഇതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കാബേജും തൈകളാണ് വെക്കുന്നത്. അപ്പോൾ മണ്ണ് കുഴിയിൽ നന്നായിട്ട് ചാണകം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ തൈകളും വെക്കുന്നത്.
അങ്ങനെ ഞാൻ നട്ടിട്ടുള്ള തൈകൾക്കൊക്കെ ഒരു ചെറിയൊരു തടം പോലെ ആക്കി കൊടുക്കുകയാണ്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ചീര തൈകൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചീര വിത്ത് വാങ്ങിയിട്ട് അത് പാവിയിട്ടുണ്ട്, ചെറിയതായിട്ട് മുളച്ചിട്ടേ ഉള്ളൂ. ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് വേണം ഇതിലൊക്കെ പറിച്ച് നടാനായിട്ട്. അപ്പോൾ അപ്പുറത്തൊരു വരമ്പ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുവരേക്കും ഞാൻ ഇവിടെ കിളച്ച് കൊടുക്കുകയാണ്. ഏട്ടൻ്റെ വരമ്പ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിറയെ കല്ലും കട്ടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് പെറുക്കി കളയുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ മണ്ണൊക്കെ നല്ല കട്ട പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ കൈക്കോട്ട് കൊണ്ട് ഞാൻ നന്നായിട്ട് ആ കട്ടകളൊക്കെ തല്ലി പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഏട്ടനൊപ്പം അതിൻ്റെ പിറകിൽ വന്നിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചാണകപ്പൊടിയും ചാരവും ഈ മണ്ണിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2-3 തവണ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിൽ വീണ്ടും ചെറിയ ചെറിയ കുഴികൾ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കുഴികൾ എടുത്തിട്ട് വേണം അതിൽ വീണ്ടും ഏട്ടൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തൈകൾ വീണ്ടും ഇതിൽ പറിച്ച് നടണം. നമ്മൾ ആദ്യമായിട്ടാണ് കാബേജ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ 20 കാബേജിൻ തൈകളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 20 കാബേജിൻ തൈകളും അപ്പോൾ ഇന്നത്തോടെ വെച്ച് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പന്നിശല്യം കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിവിടെ പച്ചക്കറി ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ പന്നിശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കവറൊക്കെ ഓരോ കോല് കുത്തി കൊടുത്തിട്ട് അതിൽ കെട്ടി വെക്കുന്നുണ്ട്. കവറും ഈ വെളുത്തിട്ടുള്ള കവറും വെളുത്ത ടാർപ്പായുടെ കഷ്ണങ്ങളൊക്കെയാണ് നമ്മളതിൽ വെച്ച് കൊടുക്കുന്നത്. പന്നികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പന്നികൾ കൂടുതലായിട്ട് വന്നിട്ട് നമ്മുടെ വാഴയും ഇതിന് മുമ്പ് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ നശിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൈകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടാ അതിൻ്റെ ചുറ്റും ചെറിയൊരു തടം പോലെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൈകൾ ഒരുവിധം വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെക്കാനുള്ളത് ചീരത്തൈകളാണ്. ചീരത്തൈകൾ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ വെക്കാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വെച്ചിട്ടുള്ള തൈകളിലൊക്കെ നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കാം. നമ്മൾ പതുക്കെ വേണം ഈ തൈകൾക്ക് വെള്ളം തളിച്ച് കൊടുക്കാൻ. ഒരാഴ്ചയോളം നമ്മൾ ഇങ്ങനെ പതുക്കെ മാത്രമേ വെള്ളം തളിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ശക്തമായിട്ട് വെള്ളം അടിയിലൂടെ ഒഴിക്കുകയാണെങ്കിൽ ഈ തൈകൾ അവിടെ നിന്ന് ഇളകി പോവും. അപ്പോൾ കാരണം നമ്മൾ ആഴത്തിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, ചെറിയ ചെറിയ തൈകളല്ലേ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.